ഇവിടുത്തെ ഒരു പ്രധാന പരിപാടി എന്ന് പറയുന്നത് നല്ല അടിപൊളി നേഴ്സറികളുണ്ട്. പ്രത്യേകിച്ച് ഫ്ലവറുകളുടെ, പൂക്കളുടെ ഒരു വസന്തം നിറയ്ക്കുന്ന സ്ഥലമാണ് ഇവിടം. എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഒരിടത്ത് നിന്ന് നിങ്ങൾക്ക് ഇത്രയും എക്കണോമിക്കലായി ഹൈബ്രിഡ് തൈകൾ നിങ്ങൾക്ക് നേടാൻ പറ്റില്ല, വിത്തുകൾ നേടാൻ പറ്റില്ല. നമ്മളിപ്പോൾ കണ്ട നേഴ്സറിയുടെ പുറത്തു നിന്നുള്ള ഒരു വ്യൂ ആണിതേ. ഇപ്പോൾ മനസ്സിലായോ? നമ്മൾ അകത്ത് നിന്ന് കണ്ടത് ചെറിയൊരു ഷോറൂമായിരുന്നു. ഹായ്, നമസ്കാരമുണ്ടേ. നമ്മൾ സേലത്താണ്, തമിഴ്നാട്ടിലെ സേലം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. സേലം ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള ഒരു ചെറിയ ലോഡ്ജിലാണ് നമ്മൾ ഇന്നലെ രാത്രി വന്ന് ചേക്കേറിയത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്രോഗ്രാം എന്ന് പറയുന്നത് കൃഷ്ണഗിരിയിലാണ്. സേലത്ത് നിന്ന് ഒരു 2-2.5 മണിക്കൂർ യാത്രയുണ്ട്. ഹൊസൂർ ബസ്സിൽ കയറണം, എന്നിട്ട് സേലം കൃഷ്ണഗിരി ചെന്നിറങ്ങണം. അവിടുത്തെ ചെറിയ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ഒരു നല്ല ഫാമിംഗ് ഒക്കെ കിട്ടുമെന്ന് പ്രതീക്ഷയോടെയാണ് നമ്മൾ രാവിലെ യാത്ര തുടങ്ങുന്നത്. എല്ലാവർക്കും മനോഹരമായ ഒരു ദിവസത്തിലെ മനോഹരമായ ഒരു വീഡിയോയിലേക്ക് വളരെ ഹൃദ്യമായ സ്വാഗതം. ഓക്കെ, അങ്ങനെ നമ്മൾ രാവിലത്തെ യാത്രയൊക്കെ ചെയ്ത് ഏകദേശം ഒരു 2-2.5 മണിക്കൂർ യാത്രയുണ്ടായിരുന്നു. അതൊക്കെ ചെയ്ത് നമ്മൾ ഷൂളഗിരി എന്ന് പറയുന്ന സ്ഥലത്താണ് വന്നിരിക്കുന്നത്. ഇവിടുത്തെ ഒരു പ്രധാന പരിപാടി എന്ന് പറയുന്നത് നല്ല അടിപൊളി നേഴ്സറികളുണ്ട്. പ്രത്യേകിച്ച് ഫ്ലവറുകളുടെ, പൂക്കളുടെ ഒരു വസന്തം നിറയ്ക്കുന്ന സ്ഥലമാണ് ഇവിടം. അപ്പോൾ നമ്മുടെ ഓണം തുടങ്ങാൻ പോകുന്നു. നമ്മൾ അതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. ഓണം തുടങ്ങാൻ പോകുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഫ്ലവർ ഫാമിങ്ങിന്, അതുപോലെ തന്നെ ഫ്ലവർ നഴ്സറികൾക്കൊക്കെ ഒത്തിരി സാധ്യതകളുണ്ട്. നിങ്ങൾക്ക് ഇവിടെ നിന്ന് വളരെ എക്കണോമിക്കലായി, എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഒരിടത്ത് നിന്ന് നിങ്ങൾക്ക് ഇത്രയും എക്കണോമിക്കലായി ഹൈബ്രിഡ് തൈകൾ നിങ്ങൾക്ക് നേടാൻ പറ്റില്ല, വിത്തുകൾ നേടാൻ പറ്റില്ല. നമ്മൾ അങ്ങനത്തെ ഒരു നഴ്സറിയാണ് പരിചയപ്പെടുന്നത്. നല്ലൊരു സ്ക്വയർ ഫീറ്റിൽ ഇഷ്ടംപോലെ സ്ഥലത്ത് ഈ കാണുന്ന മുഴുവൻ ഒരു ഫ്ലവറുകളുടെ സംഗതികളാണ് ഈ കാണുന്ന മൊത്തം. ബാൾക്കായിട്ട് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ വളരെ ചീപ്പ് റേറ്റിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ കഴിയും. നിങ്ങൾക്ക് നല്ല ബിസിനസ് ചെയ്യാൻ കഴിയും. ഒരു നഴ്സറി ആയിട്ട് നിങ്ങൾക്ക് അവിടെ ചെയ്യുവാണെങ്കിൽ അവിടെ കൊണ്ടുപോയി ചെയ്യാം. അതുപോലെ തന്നെ ഫാമിംഗ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ പൂക്കളുടെ സമയത്താണെങ്കിൽ അതും അടിപൊളിയായിട്ട് ചെയ്യാം. നമ്മളിപ്പോൾ കണ്ട നഴ്സറിയുടെ പുറത്തു നിന്നുള്ളൊരു വ്യൂ ആണിതേ. ഇപ്പോൾ മനസ്സിലായോ? നമ്മൾ അകത്ത് നിന്ന് കണ്ടത് ചെറിയൊരു ഷോറൂമായിരുന്നു. ഇത് കണ്ടോ, ഈ കാണുന്ന മുഴുവൻ ഇവരുടെ ഒരു നഴ്സറിയുടെ ഭാഗമാണ്. ഇത് മൊത്തം പച്ചക്കറികൾ, അതുപോലെ തന്നെ ഫ്ലവേഴ്സ്. ഇതിൻ്റെ ഒരു സീഡ്ലിങ്സ് ഉണ്ടാക്കുന്നത്. ഞാൻ മടുത്തു കേട്ടോ. കയറി നടന്ന് നല്ലൊരു ഹൈറ്റില്ല, ഒരു 5-8 നില ഉള്ളൊരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ ഞങ്ങൾ കയറി ഇതെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ അതിനൊരു ഡ്രോണിൻ്റെ അപര്യാപ്തതയാണ് മനസ്സിലാക്കുന്നത്. ഇത് കണ്ടോ, നിങ്ങൾ കണ്ടോ? ഇതെല്ലാം പോളി ഹൗസുകൾ ചെയ്യുന്നത് കണ്ടോ? നിങ്ങൾ കണ്ടോ എത്ര വൃത്തിയിൽ അവർ ആ പോളി ഹൗസ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇവിടെ വേറെ ആശയം എനിക്ക് തോന്നുന്നുണ്ട്, ഞാൻ ചുമ്മാ പറയുവാണ്. ഇതിൻ്റെ മുകളിൽ കുറച്ച് സോളാർ സംവിധാനങ്ങൾ ചെയ്യുവാണെങ്കിൽ അങ്ങനെ ചെയ്യുന്ന നഴ്സറികളുണ്ട് കേട്ടോ. വാവ്, എന്നെ രസം അല്ലേ? കണ്ടോ, പോളി ഹൗസിനകത്ത് ഇവനെ ഇങ്ങനെ നിർത്തിയിരിക്കുന്നുണ്ടോ? എന്നെ ഭംഗിയാണ് നീക്കി. ഹായ്, ചെറുതായിട്ട് മുളച്ചു വരുന്നതിൻ്റെ ആ ഒരു ഭംഗിയുണ്ടോ? ഏത് പച്ചക്കറികൾ വേണമെങ്കിലും നിങ്ങൾക്ക് അതിൻ്റെ വിത്തുകൾ, എന്തിൻ്റെ വേണമെങ്കിലും സീഡ്ലിങ്സ് ഉണ്ട്. അതിനൊപ്പം തന്നെ അതിൻ്റെ വിത്തുകളുണ്ട്. എല്ലാം ഹൈബ്രിഡാണ്. നല്ല സ്വയംഭൻ തക്കാളിയുണ്ട്, അതുപോലെ വഴുതന, ഇനി വേണേൽ കോളിഫ്ലവർ ഉണ്ടെങ്കിൽ അത് വേണമെങ്കിലുണ്ട്. എല്ലാ സീസണിലും ഇവിടെ നിന്ന് തൈകൾ കിട്ടും നിങ്ങൾക്ക്. അങ്ങനെ ഒരു സ്പെഷ്യൽ സീസണൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ ഓണ സീസൺ വരാൻ പോകുന്നു. ഇപ്പോഴാണ് കറക്റ്റ് നമ്മൾ തൈകൾ പാകേണ്ട ടൈം കേട്ടോ, അതും പറയേണ്ടതുണ്ട്. ചെണ്ടുമല്ലിയുടെ തന്നെ 2 കളറുകളുണ്ട്, ഒന്ന് ഓറഞ്ചും ഒന്ന് മഞ്ഞയുമുണ്ട്. അതുപോലെ തന്നെ വാടാമല്ലി, പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ ജമന്തി. ഇത് 3 നമ്മൾ പ്രധാനമായിട്ട് നമ്മുടെ പൂപ്പാടങ്ങളിൽ നമ്മൾ കൃഷി ചെയ്യുന്നത്. ഇതിൻ്റെ 3 ഐറ്റങ്ങളുടെ സ്വീഡ്ലിങ്സാണ് ഈ കാണുന്നത്. പാകി മുളപ്പിച്ച് നിർത്തിയിരിക്കുന്നതാണത്. ഇത് നോക്കി, ഇത് തന്നെ എത്ര ഏക്കറിലാണ് ഇത് ചെയ്തേക്കുന്നതെന്ന് നോക്കി. ഓക്കെ ഫ്രണ്ട്സ്, എങ്ങനെ ഉണ്ടായിരുന്നു? തകർപ്പം പരിപാടി അല്ലായിരുന്നോ? നഴ്സറി കണ്ട് കണ്ണുതള്ളിപ്പോയില്ലേ? അടിപൊളിയാണ്. നിങ്ങളിവിടെ വന്നു കഴിഞ്ഞ് നേരിട്ട് കാണുകയാണ് നിങ്ങൾക്ക് അതിൻ്റെ ഒരു വ്യാപ്തിയും കൂടെ മനസ്സിലാകും. നമ്മൾ അത്യാവശ്യമൊക്കെ വീഡിയോ എടുത്ത് കാണിച്ചിട്ടുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു തൈകളെല്ലാം കേരളത്തിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് സപ്ലൈ ചെയ്ത് ഇവർ നൽകുന്നുണ്ട്. ഇവർക്ക് സപ്ലൈ വണ്ടികളുണ്ട്, അതുപോലെ ടൈമിൽ വരുന്നതാണ്. നിങ്ങൾ ഓർഡർ ചെയ്യുന്ന അനുസരിച്ച് അവരവിടെ എത്തിക്കും. നഴ്സറികൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നഴ്സറികൾക്ക് തൈകൾ വളരെ വിലക്കുറവിൽ, ഇത്രയും അഫോർഡബിൾ ആയൊരു വിലയിൽ നിങ്ങൾക്ക് വേറെ ഒരിടത്തും തൈകൾ വാങ്ങാൻ കഴിയില്ല. അത് ഗ്യാരണ്ടീഡാണ്. അതിനുള്ള സംഗതികൾ ഇവർ പണിയെടുത്ത് ഇവർ വെച്ചിട്ടുണ്ട്. ഇവരാണ് അതിൻ്റെ ആളുകൾ കേട്ടോ. ചെറുതായിട്ട് നിൽക്കുന്നുണ്ടെങ്കിലും ഭാഷയുടെ ചെറിയ പ്രശ്നമുള്ളതുകൊണ്ടാണ് അവർ മുൻപിലേക്ക് വരാത്തത്. എനിവേ, എന്തായാലും അങ്ങനെയുള്ള വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവെച്ചത്. അപ്പോൾ ഇങ്ങനെയുള്ളപ്പോൾ സേലത്തെക്കുറിച്ച് ചെറിയ ചില കാര്യങ്ങൾ കൂടി പറയാം. ഞാൻ ഇന്നലെ ഒരു എന്താ പറയുക, ഒരു 12:30-1 മണിയോടുകൂടിയൊക്കെയാണ് സേലത്തേക്ക് വരുന്നത്. വന്നു കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും കൂടുതൽ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൂം കിട്ടാനുള്ള ബുദ്ധിമുട്ടാണ്. ഇവിടെ എല്ലായിടത്തും റഷാണ്, ഭയങ്കര റഷ്. ഇനി റഷ് ഇല്ലാത്തവർ പോലും ഭയങ്കര ഡിമാൻഡ് വയ്ക്കും. ആ സമയമൊക്കെ ആയതുകൊണ്ട് അവർ ഒരു 2000-3000 റുപ്പീസൊക്കെ ഒരു ചെറിയ റൂമിന് വേണമെന്ന് പറയും. എന്നിട്ട് രാവിലെ ഒരു 7 മണിയാകുമ്പോൾ ഇറങ്ങാൻ പറയും. അങ്ങനെയൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നെ 2 സുഹൃത്തുക്കൾ, ഞാൻ അവന്മാരുടെ ഫോട്ടോ കാണിക്കാം, ഇവിടെ വെച്ച് ഞാൻ പരിചയപ്പെട്ടാണ് സേലത്ത് വന്ന്. അപ്പോൾ അവന്മാർ എന്നെ ഹെൽപ്പ് ചെയ്തു കേട്ടോ. അവന്മാർ ഇവിടെ ഒത്തിരി, എനിക്ക് തോന്നുന്നു ഒരു 1.5 മണിക്കൂർ അവന്മാർ എൻ്റെ കൂടെ സ്പെൻഡ് ചെയ്ത് സ്റ്റാൻഡ് അടുത്ത് എനിക്ക് റൂം എടുത്ത് തന്നു.
എൻ്റെ കയ്യിൽ നിന്ന് 1 രൂപ പോലും അവന്മാർ പ്രതിഫലവും വാങ്ങിയില്ല. എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി, ഭയങ്കര സന്തോഷം തോന്നി. അവന്മാർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ താങ്ക് യു ഫ്രണ്ട്സ്, താങ്ക് യു. സേലം എന്നതൊരു മനോഹരമായ സ്ഥലമാണ്, അടിപൊളിയാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് സ്പെൻഡ് ചെയ്യാനുള്ള സംഗതികളുണ്ട്. നല്ലൊരു നഗരമാണ്. ഈ ബസ് സ്റ്റാൻഡ് ഈ പരിസരമൊക്കെ കാണുന്ന പോലെ. അപ്പോൾ എല്ലാവർക്കും ഈ എപ്പിസോഡ് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള നല്ല കാഴ്ചകളും നല്ല അറിവുകളും നല്ല ബിസിനസ് ഐഡിയകളും നല്ല പ്രോഡക്ട്സുകളും ഒക്കെ ആയിട്ട് വീണ്ടും കാണാമെന്ന ശുഭാപ്തി വിശ്വാസത്തോടെ വിടവാങ്ങുന്നു. ജോബിൻ കെ മാണി സൈനിങ് ഓഫ് ഫ്രം മകരക്കൊയ്ത്ത്. ഓക്കെ, താങ്ക് യു വെരി മച്ച്.